ഇപ്പോൾ വാർഡ് മെമ്പർ അമൽരാജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അമൽ, ഈ അപകടത്തെക്കുറിച്ച് താങ്കൾക്ക് അറിവുള്ള കാര്യങ്ങൾ പറയാം. നിലവിൽ ഇപ്പോൾ ഒരു മരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ വന്നതാണെന്നാണ് അറിഞ്ഞത്. ഇപ്പൊ നിലവിലും അവിടെ വന്നവർ അക്കരയിലോട്ട് പോകുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടായത്. നിലവിൽ ഇപ്പൊ ഇവിടെ ഫയർഫോഴ്സുകാരും നാട്ടുകാരും അതുപോലെ തന്നെ പോലീസുകാരെല്ലാം ആത്മാർത്ഥമായിട്ട് ഇതിലുള്ള തെരച്ചിലുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ എത്ര പേരുണ്ടെന്നുള്ളൊരു വലിയ ആഴമുള്ള ഭാഗമാണ്. പക്ഷെ കുറെ പേരെല്ലാരും നീന്തി കരക്ക് കയറിയിട്ടുണ്ട്. എത്ര പേരുണ്ടെന്ന് ഒരു കൃത്യമായിട്ട് അറിവില്ല. എന്നാലും ഭൂരിപക്ഷം പേര് നീന്തി കയറിയെന്നാണ് ഇപ്പൊ അറിയുന്നത്. ഇത് ഏത് ഭാഗത്തേക്കാണ് അവർ പോയത്? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ? പെരുമ്പളം ഭാഗത്തേക്കാണ് പോയെന്നാണ് ഇപ്പൊ അറിഞ്ഞത്. ഞാനിപ്പോ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. പെരുമ്പളം ഭാഗത്തേക്കാണ് ഇവർ പോയെന്നാണ് അറിഞ്ഞത്. 30 പേര് ഉണ്ടായിരുന്നു എന്നാണ് കൃത്യവിവരം. വള്ളത്തിൽ കുറച്ചധികം പേരുണ്ടായിരുന്നു. ഭൂരിപക്ഷം പേരും നീന്തി കയറിയിട്ടുണ്ട്. ഇപ്പൊ അക്കരെയുള്ളവർ ഇവിടെ എത്തിയാൽ മാത്രമേ എത്ര പേര് കൃത്യം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. എങ്കിലും നല്ലതായിട്ട് തെരച്ചിലൂടെ നടക്കുന്നുണ്ട്. ഈ പുഴയുടെ ഒഴുക്ക് സംബന്ധിച്ചും ആഴം സംബന്ധിച്ചൊക്കെ എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്നത്? നല്ല ആഴവും നല്ല ഒഴുക്കുള്ള സമയമാണ്. വെള്ളം കൂടുതലുണ്ട്. അവിടേക്കുള്ള ഈ യാത്രാമാർഗം വെള്ളം മാത്രമായിരുന്നു. നിലവിൽ ഇതിപ്പോ ഉണ്ട്. ഇതിപ്പോ എളുപ്പമാണ് വെള്ളം തരുന്നത്. അത് കാട്ടിക്കുന്ന തുരുത്ത് പാല. അമൽരാജ്, 30 പേരെന്ന് പറയുമ്പോൾ അതിൽ അവരുടെയൊക്കെ പ്രായം ഏകദേശം കാണാതായ ആളുകളെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അവിടെ ലഭ്യമാണോ? ഇവിടെ നിൽക്കുന്നവർ പറയുന്ന സംശയം പറയുന്നുണ്ട്. ഇവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്നാണ് ഇപ്പോൾ എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. നിലവിൽ ഇപ്പൊ എല്ലാവരും ഊർജിതമായി തെരച്ചിൽ ശരി, അമലിന്റെ ടെലിഫോണിൽ ഇപ്പം വ്യക്തതക്കുറവുണ്ട്. എന്തായാലും നമുക്കറിയാൻ കഴിയുന്ന ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതിന്റെ സ്ഥിരീകരണം കൂടി നമുക്ക് വേണം. പോലീസ് അറിയിക്കുന്നതാണ്. അപ്പോൾ ഏറെക്കുറെ അത് സ്ഥിരീകരിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്നത്. 30 പേരാണ് ഈ വള്ളത്തിൽ യാത്ര ചെയ്തത്. ആ വള്ളമാണ് മറിഞ്ഞത്. അതിൽ 3 പേരെ കാണാൻ ഇല്ല എന്ന ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു സമയം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ ആ ആശങ്ക നീങ്ങിയിരിക്കുന്നു. എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരു മരണ വീട്ടിലേക്ക് വള്ളത്തിൽ പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. മുറിഞ്ഞ പുഴ എന്ന ആ പുഴയിലാണ് ഈ വള്ളം മറിഞ്ഞ് അപകടം ഉണ്ടാകുന്നത്. 30 പേർ യാത്ര ചെയ്തു. ആ യാത്ര ചെയ്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും ആളുകൾ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി, അപകടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി നമുക്കിനി ലഭ്യമാകേണ്ടതുണ്ട്. കോട്ടയം വൈക്കം മുറിഞ്ഞ പുഴയിലാണ് ഈ വള്ളം മറിഞ്ഞ് അപകടമുണ്ടായത്. 30 പേരാണ് ആ വള്ളത്തിൽ യാത്ര ചെയ്തത്. 3 പേർ കുറേ പേരൊക്കെ തന്നെ നീന്തി രക്ഷപ്പെട്ടു. 3 പേരെ കുറിച്ച് ഒരു വിവരവും ലഭ്യമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത് ഈ 3 പേരെ കൂടി രക്ഷപ്പെടുത്തി എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.